ഹലോ ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ആരി എംബ്രോയ്ഡറിയിൽ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഷേപ്സ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ഡിഫറെൻറ്റ് ഷേപ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ആദ്യം സർക്കിൾ ഷേപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മറ്റേ ബീഡ്സൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന നീഡിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ സ്യൂവിങ് ത്രെഡ്, നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന നോർമൽ സ്യൂവിങ് ത്രെഡ്, പിന്നെ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സ്യൂവിങ് ത്രെഡിൻ്റെ എൻഡിൽ ത്രെഡ് എടുത്തിട്ട് എൻഡിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന പോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ നീഡിലേക്ക് ബീഡ്സ് ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഡ്സ് നമ്മളുടെ ക്ലോത്തിൻ്റെ മുകളിൽ തന്നെ, അതായത് നമ്മുടെ ഫ്രെയിമിൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് നീഡിൽ യൂസ് ചെയ്തിട്ട് ഓരോ ബീഡിൻ്റെ ഹോളിലേക്ക് നീഡിൽ ഇട്ടിട്ട് ഇങ്ങനെ ആ ബീഡ്സ് മൊത്തം നമ്മൾ നീഡിലേക്ക് കയറ്റി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കയ്യിൽ എപ്പോഴും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് അത് ഫ്രെയിമിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് മുകളിലത്തെ ഭാഗം നോക്കിക്കോളൂ. ഞാനിവിടെ നീഡിൽ കുത്തിയിട്ടുണ്ട്. എന്നിട്ട് അടിയിലത്തെ നൂലൊരു ചുറ്റിയിട്ട് ആ ത്രെഡ് നമ്മൾ മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ്. ഇപ്പം നമുക്ക് ത്രെഡ് വന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് ഒരു ബീഡ് നമ്മൾ അതിൻ്റെ ആ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. കുത്തി അടിയിലൊരു ചുറ്റിയിട്ട് നമ്മൾ ടേൺ ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, അഗെയിൻ ഒരു ബീഡ് ഇട്ടിട്ട് നമ്മൾ കുത്തുക, അടിയിലൊരു ചുറ്റിയിട്ട് അതിങ്ങനെ ടേൺ ചെയ്ത് എടുക്കുക. ഓക്കെ, കുത്തുക, അടിയിൽ ചുറ്റുക, എന്നിട്ട് ടേൺ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ടേണിങ് പോയിൻ്റ് ശ്രദ്ധിക്കൂ കേട്ടോ. അത് കറക്റ്റായിട്ട് ഇപ്പോൾ നോക്കൂ, കുത്തിയിട്ടുണ്ട്, അടിയിൽ ചുറ്റുക, എന്നിട്ട് ജസ്റ്റ് ഒരു ഹാഫ് റൊട്ടേഷൻ ആ ചെയിനിൻ്റെ ഉള്ളിലേക്ക് ആ പോയിൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ തിരിക്കുക. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഓരോ ബീഡിന് അടുത്തടുത്തായിട്ട്, അതായത് എത്രത്തോളം ക്ലോസറായിട്ട് നമുക്ക് ഇടാൻ പറ്റുമോ അത്രത്തോളം ക്ലോസറായിട്ട് വേണം അടുത്ത ബീഡ് നമുക്ക് ഇടാനായിട്ട്. അപ്പോഴായിരിക്കും നല്ലൊരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വന്നിട്ട് ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മൈറ്റ് ബി നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ബട്ട് ഞാൻ ഇതിന് മുന്നേ നമ്മളുടെ ഈ ചാനലിൽ തന്നെ ആരി വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അതായത് മോളിൽ നിന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഫ്രെയിമിൻ്റെ അടിയിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബീഡ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ, ആ 2 വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ശരിയായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഷേപ്സും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു മെത്തേഡിൽ തന്നെ ഫുള്ളായിട്ട് സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എൻഡ് നോട്ട് ഇട്ടിട്ട് ഞാനിത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് സ്ക്വയർ ഷേപ്പ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ തന്നെ ഇതിൽ ബീഡ്സ് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്ക്വയർ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കോർണർ പോയിൻ്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ സ്ക്വയറിൻ്റെ ഒരു കോർണറിൽ നിന്ന് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നീഡിൽ കുത്തി അടിയിലൊരു ചുറ്റിയിട്ട് ആ ത്രെഡ് മുകളിലേക്ക് വലിച്ചെടുത്തു. ഓക്കെ, എന്നിട്ട് ഒരു ബീഡായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സർക്കിൾ നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഇല്ല. നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു സർക്കിൾ ഷേപ്പിൽ നമ്മൾ ചെയ്തു എന്നേ ഉള്ളൂ. ബട്ട് സ്ക്വയർ അതുപോലെ ലീഫ് ഷേപ്പൊക്കെ വരുമ്പോൾ നമുക്ക് കോർണർ പോയിൻ്റ് ശരിക്കും ഒന്ന് എന്താ പറയുക ശ്രദ്ധിക്കണം. അതായത് അത് നന്നായിട്ട് വന്നാലാണ് ആ ഒരു ഷാർപ്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കോളൂ, ആ എൻഡ് വരുമ്പോൾ ആ എന്താ പറയുക ഷാർപ്നെസ് ആ പോയിൻ്റ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. എടുത്തു, ഒരു ബീഡും കൂടി ഇട്ടിട്ടുണ്ട്. ഈ ബീഡ് ഇട്ടിട്ട് നീഡിലൊന്ന് ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഓരോരോ ബീഡായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്.
ഓക്കെ, ഇപ്പോൾ നോക്കി നോക്കും നമുക്ക് ആ ഷാർപ്നെസ് കറക്റ്റായിട്ട്, അതായത് സ്ക്വയറിൻ്റെ കറക്റ്റ് ടേണിങ് നമുക്ക് വന്നിട്ടുണ്ട്. ഒരു 2 ടൈംസും കൂടി ചെയ്യാൻ നോക്കിക്കോളൂ. ഇപ്പം നമ്മളിത് നോർമൽ ചെയ്യുന്ന പോലെ ചെയിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട്. ഇട്ടു, ഒരു ബീഡും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നീഡിൽ അങ്ങനെ ടേൺ ചെയ്ത് ആ അടുത്ത ലൈനിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്, നമ്മൾ ബീഡൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഒരു ചെയിൻ സ്റ്റിച്ചാണ് അത് ഈ കാണുന്നില്ലേ ലൈന്, ആ ലൈനിലേക്ക് ഒരു എന്താ പറയുക, ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി എപ്പോഴും പോലെ ബീഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് വരിക. ഇപ്പോൾ കണ്ടോ, നല്ല കറക്റ്റായിട്ട് ആ ഒരു ഷാർപ്നെസ് നമുക്ക് വന്നിട്ടുണ്ട്. ഷാർപ്നെസ് ഇൻ ദ സെൻസ് ആ കോർണർ പോയിൻ്റ് നമുക്ക് കറക്റ്റ് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് 1 more ടൈം കാണിക്കാം. നമ്മളൊരു ബീഡ് ഇട്ടു, അഗെയിൻ നമുക്ക് ഒരു ബീഡും കൂടി ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ ബിക്കോസ് നമ്മൾ ലൈൻ വരുന്നത് എവിടെയാണ് നോക്കിക്കോളൂ, നമ്മൾ ഒരു ബീഡും കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഒരു ബീഡും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് എടുക്കാം, എടുത്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിതിൽ കാണാം നമ്മളുടെ ഈ ബീഡ് എൻഡായിരിക്കുന്ന പോയിൻറ്റും അതുപോലെ ആ ലൈനിനും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് ബീഡ് കുറച്ചും കൂടി ആ ലൈനിൽ നിന്ന് പുറത്തോട്ടായിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, കാണാനില്ലേ ഒരു ഡിഫറൻസ്, അതായത് ലൈനിനും ആ ബീഡ് എൻഡ് അയക്കുന്നതിനും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ നീഡിൽ ടേൺ ചെയ്തിട്ട് ആ ലൈനിൻ്റെ അവിടേക്ക് ഒരു തവണ ഒരു ചെയിൻ സ്റ്റിച്ച് മാത്രം, നമ്മൾ ബീഡൊന്നും ഇടുന്നില്ല, ഒരു സിമ്പിൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഓരോരോ ബീഡായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കോർണർ പോയിൻറ്റിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ആ ഒരു ഇത് തന്നെ ഇട്ടിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുകയാണ്, അതായത് എണ്ണോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെയ്തു, ഇനി ഒരു ബീഡും കൂടി ഇട്ടിട്ട് നമ്മൾ എണ്ണോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ലീഫ് ഷേപ്പ് അല്ല തിലകം ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് എന്താ വെച്ചാൽ നമ്മൾ ഒരു സെൻറ്റർ പോയിൻ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ലീഫിൻ്റെ താഴേക്ക് വരുമ്പോൾ അവിടുന്ന് മിഡിൽ പോർഷൻ നിന്നാണ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോരോ ബീഡായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കൂ, ബീഡ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ ബീഡിനും തൊട്ടടുത്തടുത്തായിട്ട് ക്ലോസറായിട്ട് വേണം നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇട്ടു. ഇപ്പോൾ ഈ ഷാർപ്നെസ് എങ്ങനെ വരുത്തേണ്ടത് എന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഒരു ബീഡ് ഇട്ടു, നമ്മൾ ആ ഷേപ്പ് വരച്ചതിൻ്റെ ഇത് വന്നിട്ട് തീർന്നിട്ടുണ്ട്. ഇനി നല്ല ഷാർപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കൂടാതെ ഒരു ബീഡും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ബീഡ് ഇട്ടിട്ട് അത് ലോക്ക് ചെയ്ത് വയ്ക്കുക, അത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ നീഡിൽ അങ്ങനെ ടേൺ ചെയ്തിട്ട് ആ ഷേപ്പ്, ആ ലൈൻ വരുന്നുണ്ടല്ലോ, ആ ലൈനിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ബീഡൊന്നും ഇടാതെ ഒരു സിമ്പിൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ അവിടെ ചെയിൻ സ്റ്റിച്ച് എടുത്തു. എന്നിട്ട് ഓരോരോ ബീഡായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സിമ്പിളാണ്. നമുക്ക് ആ ഷാർപ്നെസ് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കോർണർ പോയിൻറ്റിൽ ബീഡ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഒരു ബീഡും കൂടി അഡീഷണലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, നല്ല കൂർത്ത് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ചെയ്തിട്ട് ലാസ്റ്റായിട്ട് കാണിച്ചു തരാം. ഒന്ന് നീഡിൽ ലോഡ് ചെയ്യട്ടെ, ബീഡ്സ് ലോഡ് ചെയ്യട്ടെ.
ലോഡ് ചെയ്തു. ഓക്കെ, ഇനി ഒരു ബീഡും കൂടി ഇട്ടിട്ട് ഒരു എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എൻഡ് നോട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ ഒരു ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കി, നല്ല ഷാർപ്പായിട്ട് വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വൺസ് സ്ട്രെയിറ്റ് ലൈനിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഷേപ്സ്, ഇപ്പോൾ ഇത് കൂടാതെ ഹാർട്ട്, അങ്ങനെയൊക്കെ കുറേ ഷേപ്സ് ഉണ്ട്, അതിലെല്ലാം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.